3 days 3 ദിവസം സ്പേസിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു ആ പെൺകുട്ടി. 48 തവണ ഭൂമിയെ ചുറ്റി. അവളൊരു സയന്റിസ്റ്റ് ആയിരുന്നില്ല, ഈ റോക്കറ്റുകൾക്കിടയിൽ കിടന്ന് വളർന്നതുമല്ല. ജസ്റ്റ് സാധാരണ ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറി എംപ്ലോയി. പകൽ മുഴുവനും ഈ മെഷീൻ്റെ ഇടയിലും കോട്ടൺ ത്രെഡ്സിൻ്റെ ഇടയിലും. പക്ഷെ അവൾക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, അത് അവൾ കൈവിട്ടില്ല. അത് സീക്രട്ടായിട്ട് അവൾ പാരച്യൂട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. യൂറി ഗഗാറിന്റെ ഫസ്റ്റ് സ്പേസ് വിസിറ്റ്. ലോകം മുഴുവൻ അത്രയും എക്സൈറ്റഡ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് ഇനി രണ്ടാമത് ഒരു വനിതയെ സ്പേസിലോട്ട് അയക്കാനായിരുന്നു സോവിയറ്റ് യൂണിയന്റെ തീരുമാനം. അന്ന് ലഭിച്ച 400 അപ്ലിക്കേഷനിൽ നിന്ന് ഗവൺമെന്റ് തിരഞ്ഞെടുത്തത് വാലന്റീനെ, അതായത് നമ്മളുടെ ഫാക്ടറിയിൽ നിന്ന് സ്വപ്നം കണ്ട അതേ പെൺകുട്ടി. അങ്ങനെ 1963 ജൂൺ 16 കസാക്കിസ്ഥാനിലെ വൈക്കനൂർ കോസ്മോഡ്രാമിൽ നിന്ന് വോസ്റ്റാക് 6 ജസ്റ്റ് 26 വയസ്സ് മാത്രം പ്രായമുള്ള വാലന്റീനയും കൊണ്ട് സ്പേസിലോട്ട് കുതിച്ചു പാഞ്ഞു. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ജൂൺ 19 വോസ്റ്റാക് 6 ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തിരിച്ചെത്തി. ജസ്റ്റ് ഒരു 20,000 അടി ഉയരത്തിലെത്തിയപ്പോൾ വാലന്റീന പാരച്യൂട്ടിൽ അവിടെ നിന്ന് ഭൂമിയിലേക്ക്. ആ ഒരു മൊമെന്റ്, ജസ്റ്റ് ഒരു ഫാക്ടറി എംപ്ലോയിൽ നിന്ന് ഒരു സ്പേസ് ലെജൻഡ്. എക്സ്ട്രാ ഓർഡിനറി ജേണി അല്ലേ. അപ്പം അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ, ആ ഡ്രീം ഒരിക്കലും നിങ്ങളോട് ചോദിക്കില്ല എവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെന്ന്.